എത്ര പെട്ടെന്നല്ലേ 2 മാസം കഴിഞ്ഞു പോയതാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ആദ്യകൂട്ടൻ 2 മാസം തികഞ്ഞു കേട്ടോ. ഏപ്രിൽ 12-നാണ് നമ്മുടെ മോൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 60 ദിവസം കംപ്ലീറ്റ് ആയ നിറവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ദേവുവിൻ്റെ ആദ്യത്തെ 1-ാം മാസം മുതൽ 12-ാം മാസം വരെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കുഞ്ഞു ചെക്കനും അങ്ങനെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. കുറേ ലൈക്കൽ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് കുറേ ഈ ഒരു സമയത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഡിസ്പാച്ചും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്നാൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ പണിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഉണ്ടല്ലോ ഡാമേജ് ആയത്, അത് 2 കവർ ഇരുന്നത് ഞാൻ എടുത്തിട്ട് 2 എഴുതാൻ പോവുകയാണ് കേട്ടോ. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനുള്ളത്. രാവിലെ തന്നെ ഞാൻ മോനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്. പിന്നെ ഏത് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. കാരണം കുറേ നൂലെട്ടിനൊക്കെ കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുമായിട്ടൊക്കെ അങ്ങോട്ട് ആ ഒരു ബ്ലൂ ആയിട്ട് മാച്ചായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചു കിട്ടോ. അങ്ങനെ ഞാൻ അവിടെ കുത്തിയിരുന്ന് 2 റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ മുല്ലേന്ന് 2-3 ചെറിയ തണ്ടുകളും കൂടെ ഞാൻ ഒടിച്ചു. തണ്ടല്ലല്ലോ ഇതിനെന്താ പറയുക, ചില്ലയാ എന്തായാലും ഞാൻ ഒടിച്ചുകൊണ്ട് വന്ന് ആ 2-ൻ്റെ അവിടെ കൊണ്ട് വെച്ചു കിട്ടോ. അതായത് നമ്മുടെ ആ ഒരു തണ്ടിൽ നിന്ന് മുല്ലമുട്ട് വീണ് 2 അതാണ് സങ്കല്പിട്ടോ. അങ്ങനെയാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. ഞാനും അങ്ങനെയാണ് സങ്കല്പിച്ചത്. അപ്പോൾ നമ്മൾ ചെറുക്ക് അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവൻ ഇങ്ങനെ കിടത്തിയിട്ട്. സമയമായപ്പോഴത്തേക്ക് വിഷ്ണു വന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ആളെ കിട്ടി. പിന്നെ അതും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലിപ്പിലാക്കി കേട്ടോ. ഇനി 1 വയസ്സ് വരെ ഓരോ മാസം കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഓരോ ഐഡിയാസ് ഇനി കണ്ടുപിടിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഓരോ മാസം തികഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്തോന്നൊക്കെ കമന്റ് ഇടണേ.